ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ബർത്ത്ഡേ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ ആയി ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നില്ല. പക്ഷേ ഇന്ന് എനിക്ക് യൂട്യൂബിലൊരു വീഡിയോ ഇടാമെന്നായി. കാരണം ഇത് എപ്പോഴേക്കും ഉള്ള ഓർമ്മയാണല്ലോ. എൻ്റെ ജന്മദിനം ആഘോഷിച്ചത് ഇന്ന് എൻ്റെ മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മകനില്ല, എൻ്റെ ഭർത്താവും ഇല്ല. അവരൊക്കെ ഓരോ കാരണങ്ങൾ കൊണ്ട് വേറൊരു സ്ഥലങ്ങളിലാണ്. അത് കാരണം ഇന്നെൻ്റെ മോളുടെയും പേരക്കുട്ടിയുടെയും കൂടെയാണ് എൻ്റെ ബർത്ത്ഡേ ആഘോഷം. രാവിലെ തന്നെ ഞാൻ വാക്കിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന് വരുമ്പോഴേക്കും എൻ്റെ മകൾ സർപ്രൈസായിട്ട് ഒരു ചെറിയ ബൊക്കയും ചെറിയൊരു കേക്കും കട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് തയ്യാറായിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ആ ചെറിയ കേക്ക്, എനിക്കാണെങ്കിൽ കേക്കൊന്നും കഴിക്കാൻ പറ്റാത്ത കാരണം അവൾ ചെറിയ കേക്കാണ് വാങ്ങിയത്. പിന്നെ വേറെ അധികം ആരും ഇവിടെ കഴിക്കാത്ത കാരണം അപ്പോൾ ആ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞാൻ ഭയങ്കര ഹാപ്പിയായി. എനിക്കൊരു സർപ്രൈസായിരുന്നു എൻ്റെ മോളിത് ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ചൊരുങ്ങി അമ്പലത്തേക്ക് പോകാൻ റെഡിയായി. വേഗം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തേക്ക് പോയി. ഇതാണ് BTMൽ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഹനുമാൻജിയുടെ അമ്പലം. നാട്ടിലാണെങ്കിൽ എൻ്റെ ഭർത്താവ് ഗുരുവായൂർക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞതായിരുന്നു. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞ് വന്ന് ഞാൻ ഉച്ചയ്ക്ക് ഊണ് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. ചെറിയൊരു സാമ്പാറും ഓലനും പപ്പടവും മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. ഒരു പായസം പോലും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവൾ എനിക്ക് സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും മോളും കുട്ടിയും കൂടിയിട്ട് സിനിമ കാണാൻ പോയി. ഒരു ആലിയ ഭട്ടിൻ്റെ ഹിന്ദി മൂവിയായിരുന്നു പുതിയത്. പിന്നെ അത് കണ്ട് ഞങ്ങൾ ഒരു ചെറിയ ഒരു റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാളിൽ തന്നെയുള്ള ഒരു കടയിൽ കയറി. അവന് ചെറിയൊരു ഐസ്ക്രീമും മോള് ചെറിയ ഒരു ചായയും കുടിച്ചു. പിന്നെ ഈ വിഭവമാണ്. ഇതെനിക്ക് പേരൊന്നും അറിയില്ല, അവളാണ് ഓർഡർ ചെയ്തത്. ഇത് കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ഈവനിങ് പിന്നെ ആദ്യം ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോയി അടുത്തുള്ള ഒരു ഹോട്ടലിൽ. നല്ല അടിപൊളി ഫുഡായിരുന്നു. തന്തൂരി റൊട്ടിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ മട്ടൻ, നല്ല എന്തോ പേരെന്നൊന്നും എനിക്കറിയില്ല, അവളാണ് എല്ലാം ഓർഡർ ചെയ്തത്. അങ്ങനെ മട്ടൻ കറി, പിന്നെ സ്റ്റാർട്ടറായിട്ട് ഒരു ചിക്കൻ്റെ ഐറ്റം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ ഇരിക്കുന്ന ഹോട്ടലിൻ്റെ നേരെ മുകളിൽ കൂടെയാണ് മെട്രോ പോവാറുള്ളത് ഇവിടെ. അവിടെ നിന്ന് നോക്കി പറഞ്ഞാൽ റോഡിൽ കൂടെയുള്ള വാഹനങ്ങളും എല്ലാം കാഴ്ചയും കാണാമായിരുന്നു. ഇയാൾ ഇടഞ്ഞിട്ട് നിൽക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് എൻ്റെ കൂടെ സിനിമയ്ക്ക് വന്ന കാരണം ശരിക്കും ഉറങ്ങിയിട്ടില്ല, ഭക്ഷണവും ശരിക്കും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ നിർബന്ധം കൊണ്ടാണ് കൂടെ വന്നത്. അപ്പോൾ ഇതെല്ലാമാണ് വിശേഷം. എല്ലാവർക്കും നന്ദി.